ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും പ്രത്യേകാൽ ദൈവവചന കേൾവിക്ക് അതീവ താല്പര്യമുള്ളവരുമായ എല്ലാ ദിവസവും ഈ സന്ദേശം കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വീണ്ടും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവിക ചിന്തകളാൽ നമ്മളെ ധന്യരാക്കാൻ സർവശക്തനായ ദൈവം നമ്മോട് കാണിക്കുന്ന കനിവിനും സ്നേഹത്തിനും 1000 നന്ദി കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സ്വർഗം എന്നെ ഭരമേൽപ്പിച്ച ദൈവിക ദൂതിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. കർത്താവും ആത്മരക്ഷകനും ഓരോ ദിവസവും നമ്മെ താങ്ങി നിർത്തുന്നവനുമായ മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ മുതിരുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ആ വാക്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ലേഖന എഴുത്തിൻ്റെ ഉദ്ദേശം അവതരിപ്പിക്കുകയാണ്. ഈ ആദ്യത്തെ 3-4 വാക്യങ്ങളിൽ തുറന്ന് അദ്ദേഹം എഴുതുന്നു. ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം 3, 4, 5 കൂട്ടം കാര്യങ്ങൾ ഈ ലേഖനത്തിനകത്ത് ലേഖന എഴുത്തിൻ്റെ ഉദ്ദേശം ആ ധന്യനായ ഭക്തൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു കാര്യം ഇതാണ്: ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഈ ലേഖനത്തിലൂടെയാണെങ്കിലും വാക്കാലാണെങ്കിലും വീട്ടിൽ വന്ന് പറഞ്ഞാണെങ്കിലും മീഡിയയിലൂടെ പറഞ്ഞാണെങ്കിലും എന്ത് തരത്തിൽ യേശുക്രിസ്തുവിനെയും തൻ്റെ സുവിശേഷത്തെയും അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാനാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടല്ല, ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ആളെ കൂട്ടാനോ സംഘം വർദ്ധിപ്പിക്കാനോ ഒന്നുമല്ല. പിന്നെ എന്താണ്? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാനാണ്. അതാണ് ഈ ലേഖന ഉദ്ദേശം അദ്ദേഹം പറയുന്നത്. അതല്ല നമ്മളിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലും അപ്പുറം അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ. ആ വാക്ക് ശ്രദ്ധിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമത്രേ. ദൈവത്തോട് അഥവാ പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുള്ളവർ. ദൈവത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ തപ്പി പരിശോധിച്ചാൽ ദൈവിക ബന്ധം പല വിധത്തിലാണ് ആളുകൾ കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകൾ കൊണ്ടു നടക്കുന്നത്. ചില ആളുകൾക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്. ദൈവത്തെ വിശ്വാസമുള്ള കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. ചുരുക്കം ചിലരായിരിക്കും ദൈവത്തെ വിശ്വാസമില്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർ ചുരുക്കം, ന്യൂനപക്ഷം ലോകത്തിൽ കണ്ടേക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ഇടയിൽ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, ദൈവത്തോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും എന്ന് അറിയാവുന്ന ആളുകൾ ലോകത്തിൽ ചുരുക്കമാണോ? ദൈവമെന്ന് പറയുന്നൊരു ഭീകര സത്വമാണെന്നും അങ്ങകലെ ഏതോ അജ്ഞാത ലോകത്തിരിക്കുകയാണെന്നും മനുഷ്യനെ ന്യായം വിധിക്കാനും കുറ്റങ്ങൾക്കെല്ലാം തല്ലാനും ഇരിക്കുന്ന ഏതോ ഭീകര ജീവിയാണ്, ഏതോ ഒരു വലിയ സത്വമാണ് എന്നൊക്കെ മനസ്സിൽ കരുതിയിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ ദൂരെ നിന്ന്, അകന്ന് നിന്ന്, ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ട് പോകാൻ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന സാധുക്കളായ, ദൈവത്തെക്കുറിച്ച് പൂർണ്ണ ബോധം അവരുടെ മനസ്സിൽ കൊടുക്കാതെ മതങ്ങളും ലോകം കൂടി മറച്ചു വെച്ചിരിക്കുന്ന സാധുക്കളായ ഒരു കൂട്ടം ആളുകൾ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവത്തെ അറിഞ്ഞവർ ശ്രമിക്കുന്നത് യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ട് എന്താ വാസ്തവത്തിൽ ചെയ്തത്? യഹൂദൻ്റെ ഇടയിൽ, ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെന്നറിയപ്പെടുന്ന യഹൂദൻ്റെ ഇടയിൽ വന്നിട്ട് പോലും യേശു അവരെ വിളിക്കാൻ പഠിപ്പിക്കുക. ദൈവത്തെ അപ്പാന്ന് വിളിക്ക്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്ക്. എത്രയോ പ്രാവശ്യമാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾ നശിച്ചു പോകുന്നത് ഇഷ്ടമില്ല, ഇങ്ങനെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുക. കാരണം എന്താ? ലോകം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവമാണ്
മേൽ ഈ ഭാരമെല്ലാം കൊണ്ടിട്ടത്. ദൈവം നിന്നെ ശിക്ഷിച്ചതാണ്, ദൈവകോപമാണ്, ദൈവശാപമാണ് എന്നെല്ലാം പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കിക്കളഞ്ഞു. അതിനെ തിരുത്താൻ വേണ്ടി യേശുക്രിസ്തു ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന വേളയിൽ പോലും അപ്പാന്ന് വിളിക്ക്. ദൈവമായിട്ടുള്ള ബന്ധം ഒരു മുതലാളി തൊഴിലാളി ബന്ധമല്ല, അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ ഒരു കൂട്ടം ആളുകൾക്ക് കഴിഞ്ഞേക്കാം, അങ്ങനെ സ്നേഹിക്കുന്നവർ കണ്ടേക്കാം. ഇയ്യോബ് ദൈവത്തോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കുടുംബത്തിന് ദൈവത്തിൻ്റെ സഹിത്വമുണ്ടായിരുന്നു. സ്നേഹത്തിനും അപ്പുറയാണ് സഹിത്വം. ദൈവത്തോട് സഹിത്വം ഉണ്ടായിരിക്കുക. സഹിത്വം. മറ്റു ചിലർക്ക് ദൈവത്തോട് അടുപ്പം ഉണ്ടാകും, വേറെ ചിലർക്ക് ദൈവത്തോട് സംസർഗവും ഉണ്ടാകും. ഇങ്ങനെ ദൈവമായിട്ട് സംസർഗമുള്ള അടുപ്പമുള്ള സഹിത്വമുള്ള സ്നേഹമുള്ള വിശ്വാസമുള്ള അറിവുള്ള അങ്ങനെ പലതരം ആളുകളാണ്. ദൈവീക ബന്ധത്തിൻ്റെ അളവുകോൽ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ, മനുഷ്യ ചിന്തകളിൽ, മനുഷ്യ വിചാരങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ദൈവത്തെക്കുറിച്ചുള്ള ബന്ധങ്ങളും ഇപ്രകാരമൊക്കെയാണ്. നമ്മൾ അഥവാ ദൈവത്തിൻ്റെ അടുത്ത ആളുകളും ദൈവത്തെ കൂടെ വിളിക്കുന്നവരുമായി നമ്മളും ഒന്ന് പരിശോധിക്കണം. നമ്മളും ദൈവമായിട്ട് ഏത് തരത്തിലാണ്? ഒരു സ്നേഹബന്ധം മാത്രമുള്ളോ? ഒരു അടുപ്പം മാത്രമുള്ളോ? ഒരു സഹിത്വം മാത്രമുള്ളോ? അത് ദൈവത്തെ വിശ്വാസം മാത്രമുള്ളോ? എന്താണ് നമ്മുടെ ബന്ധം? യോഹന്നാൻ പറയുന്നു, ഞങ്ങൾക്ക് ദൈവത്തെ വിശ്വാസം മാത്രമല്ല, ഒരു അടുപ്പം മാത്രമല്ല, ഒരു സഹിത്വം മാത്രമല്ല, ഞങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മയാണ്. കൂട്ടായ്മ. അയ്യോ, അത് ഇത്ര വലിയ ആനക്കാര്യമാണോ കൂട്ടായ്മ എന്ന് പെട്ടെന്ന് നെറ്റി ചുളുക്കി ചോദിക്കരുത്. വേദപുസ്തകത്തിൻ്റെ ഭാഷയ്ക്കൊക്കെ അഗാധമായിരിക്കുന്ന അർത്ഥമുണ്ട്. മലയാളത്തിലേക്ക് വന്നപ്പോൾ കൂട്ടായ്മ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. തരക്കേടില്ല, തെറ്റില്ല. അതിലപ്പുറം ഒരു വാക്ക് ഉപയോഗിക്കാൻ മലയാള ഡിക്ഷണറിക്കകത്തുണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ ഫെലോഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വേദപുസ്തകത്തിൻ്റെ തനതായ ഭാഷ അഥവാ വേദപുസ്തകം എഴുതിയ ഭാഷയിൽ കൊയ്നോനിയ എന്നൊരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഒരടുപ്പമെന്നല്ല, ഒരു പരിചയമെന്നല്ല, ഒരു സ്നേഹമെന്നല്ല. ഇത് ദൈവത്തോട് ആരെങ്കിലും ചോദിക്കുക, എൻ്റെ പേര് ഷാജി എന്നാണല്ലോ, ഷാജി അറിയോ? ഷാജി എമ്പോളിനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അങ്ങനൊരു ബന്ധമല്ല. പിന്നെ അറിയാം, അങ്ങനൊരു ബന്ധമല്ല. പിന്നെയോ ദൈവത്തിൽ നിന്ന് അടർന്നു മാറാൻ പറ്റാത്ത, ദൈവത്തിൽ ലയിച്ചു പോകുന്ന അങ്ങനെ ഒരു ബന്ധത്തിനാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടാളി എന്നൊരു പദം ബൈബിളിലുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ കൂട്ടാളി എന്നാണ് വിളിക്കുന്നത്. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കൂട്ടാളി അല്ലയോ. കൂട്ടാളി എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ കേട്ട് വന്നിരുന്ന് അങ്ങനെയാണോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാട്ടോ, സാരമില്ലാട്ടോ, പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു ബന്ധമല്ല. ഒരു വിഷയത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു കാര്യത്തിൽ അങ്ങ് ലയിച്ചു ചേരുക. കാളകൾ, വണ്ടിക്കാള അല്ലെങ്കിൽ ഉഴവുകാള നുകം വയ്ക്കും. രണ്ടിടത്ത് രണ്ട് കാളകൾ അപ്പുറം ഇപ്പുറം നിർത്തിക്കൊണ്ട് യജമാനൻ നുകം വയ്ക്കും. ഒരുപോലെ ഭാരം വഹിച്ചും ഒരുപോലെ ആ കാര്യങ്ങൾ ചെയ്തും തത്തുല്യമായി ചെയ്തു തീർക്കുന്ന രീതിയിൽ ഒരേ ഉത്തരവാദിത്വം. രണ്ട് കാളയ്ക്ക് ഒരുപോലത്തെ ഉത്തരവാദിത്വം അല്ലേ? അതുപോലെ ഉത്തരവാദിത്വം തമ്മിൽ പങ്കുവെച്ച് ചെയ്തു തീർക്കുന്നതാണ് ഈ കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവും ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് കാണുമല്ല, ഞായറാഴ്ച ഒന്ന് ചെല്ലുമല്ല, എപ്പോഴും പിരിയാത്ത, ഈ നുകമഴിച്ചു വയ്ക്കാത്ത ഒരു ഭയങ്കര ബന്ധം. അത് സാധ്യമാണ് കേട്ടോ, ഈ ഭൂമിയിൽ സാധ്യമാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ അത് പറഞ്ഞത്. സഭയോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ഒരു കൂട്ടുകാരനാക്കാനല്ല. അങ്ങനെ ഒരു കൂട്ടുകാരനാക്കാൻ ദൈവത്തെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹിതൻ എന്നൊക്കെ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അതിലും അപ്പുറമാണ് ദൈവത്തോട് സബ്മിറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് കൂട്ടായ്മ. ദൈവമായിട്ട് കൂട്ടായ്മയുണ്ടത് ജീവിതത്തിൽ ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഭാരം വരാം, കടം വരാം, ഞെരുക്കം വരാം, ബുദ്ധിമുട്ട് വരാം, വീട്ടിൽ പ്രശ്നം വരാം. എല്ലാം വന്നാലും എനിക്കാരുമില്ല എന്നൊരു തോന്നലുണ്ടാകില്ല. ആ പ്രശ്നം തീരുന്നത് വരെയും അതിൻ്റെ അങ്ങേ തലയ്ക്കൽ ഈ കൂട്ടാളി കാണും. ആര്? ദൈവം, കർത്താവ്.
രൂത്തിൻ്റെ ജീവിതത്തിൽ ബോവസ് വീണ്ടെടുപ്പുകാരനായിട്ട് വരുമ്പോൾ ആ ഉത്തരവാദിത്വം മുഴുവൻ ഒരു ഫ്രണ്ട്ഷിപ്പിലല്ല, ഒരു കൂട്ടാളിയെപ്പോലെ അവളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അവളുടെ വേദന അവൻ്റെ വേദനയാണ്. ആ രീതിയിൽ ദൈവമായ കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് ഡീപ്പായ നിൻ്റെ വിഷയം എന്താകുമെന്ന് അറിഞ്ഞ് തീരുവോളം കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അവൻ ന്യായവിധി ജയത്തോളം നടത്തും എന്ന് പറഞ്ഞാൽ നിൻ്റെ വിജയം ഉറപ്പാക്കുന്നത് വരെയും കർത്താവ് മാറിയാല. അത്രയ്ക്ക് ബന്ധമാണ് കൂട്ടായ്മയ്ക്കകത്ത് കിടക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം വരുമായിരുന്നു. നാളെ വരണോട്ടോ എന്ന് പറഞ്ഞു വിട്ടിട്ടല്ല, പറഞ്ഞില്ലെങ്കിലും ദൈവം വരും. അതാ കൂട്ടായ്മ. പക്ഷെ സാത്താൻ അത് സഹിക്കുകയല്ല. കാരണം ദൈവത്തോട് കൂട്ടായ്മയുള്ള മനുഷ്യൻ അസാധാരണ മനുഷ്യനാണ്. ഈ അപ്പോസ്തലന്മാർക്ക് എങ്ങനെ ഈ ലോകത്തെ കിഴിമിന് മറയ്ക്കാൻ പറ്റിയത്? മാരക രോഗങ്ങൾ സൗഖ്യമാക്കാൻ, ദുർഭൂത ശക്തികളെ തകർത്ത് കളയാൻ അസാധാരണ ധൈര്യത്തോടെ അന്നത്തെ അവരുടെ നാട്ടിലെ ആധികാരിക ശക്തിയായ യഹൂദനോട് കട്ടക്കട്ട ഏറ്റുമുട്ടി ആത്മചൈതന്യത്തോടെ ലോകത്തിൽ മുഴുവൻ ക്രിസ്ത്യാനിത്വം പ്രചരിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞത്? ആരെങ്കിലും കാശയച്ചത് കൊടുത്തല്ല, അല്ല. പിന്നെയോ ദൈവത്തോടുള്ള കൂട്ടായ്മ നിമിത്തം. പ്രിയരേ, ദൈവത്തോട് കൂട്ടായ്മയുള്ളവൻ ഒരസാധാരണ മനുഷ്യനാണ്. അവനെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും പലതും. സാത്താന് ഇത് ഭയങ്കര അസൂയയാണ്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ അവൻ നുഴഞ്ഞു കയറിയത്. എങ്ങനെയെങ്കിലും ഈ കൂട്ടായ്മ പൊട്ടിക്കണം. പൊട്ടിച്ചല്ലോ, നമ്മൾ ജാഗ്രതയിലായിരിക്കണം, സൂക്ഷിക്കണം. ദൈവത്തോടുള്ള കൂട്ടായ്മ അറ്റുപോയില്ലെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സകല തകർച്ചകളും പ്രയാസങ്ങളും ഈ കൂട്ടാളി കൂടെ നിന്ന് തീർത്തു തരും. നിങ്ങൾ ദൈവത്തെ അറിയുന്നവർ, വിശ്വസിക്കുന്നവർ എന്നതിലപ്പുറം എന്നും എപ്പോഴും ദൈവത്തിൻ്റെ അരുമപാദപീഠത്തിൽ സമ്പർക്കം പുലർത്ത് ദൈവമായി നിങ്ങൾക്കൊരു കൂട്ടായ്മ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു, രക്ഷപ്പെട്ടു. ഞാൻ ആശംസിക്കുന്നു. നിങ്ങളും ദൈവമായിട്ട്, അഥവാ നമ്മളും ദൈവമായിട്ട് ശക്തമായ കൂട്ടായ്മയിൽ തുടരാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൂട്ടായ്മ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത ഒരസാധാരണ ബന്ധം, ദൈവവുമായിട്ട്, അഖിലാണ്ട സൃഷ്ടാവായിട്ട്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സനാതനനായ ദൈവമായിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധം മൺപൊടിയായ മനുഷ്യൻ എനിക്കും എന്നെ കേൾക്കുന്നവർക്കും കിട്ടുന്നത് എത്ര ഭാഗ്യമാണപ്പാ. ഇന്ന് അതുതന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആ ബന്ധം ഫീൽ ചെയ്യാൻ തുടങ്ങണേ, അനുഭവിക്കാൻ തുടങ്ങണേ. ദൈവം അത് ചെയ്യും. ഒരു വിശ്വാസത്തിലാണ് തുടങ്ങുന്നത്, അത് കൂട്ടായ്മയിലാണ് തീരുന്നത്. അപ്പാ, ഞങ്ങളത് കൊതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.